അത് പോട്ടെ. അങ്ങനെ നമ്മൾ പേടിക്കുന്ന ആർക്കാണ് അറിയാം. ആഹോ അങ്ങനെയാണോ? അപ്പോൾ ആൾക്കാർ വന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്നു യൂട്യൂബറാണെന്ന്. അപ്പോൾ മലബാർ മഞ്ചത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിട്ടിട്ടാണ് മലയാളത്തിൽ വന്നത്. ഇഷു ഞാൻ എന്തിനാ മലയാളം വീഡിയോ ആക്കിയത്? നിൽക്കാം ഉമ്മാൻ്റെ ഹൗസിൽ നിൽക്കാം. വേഗം പറയേ ടെൻത്ത് മേൽ നിൽക്കാം. ಒಂದು ಕೊಡಿ ಡೈರಿ ಮಿಲ್ಕ್ ₹5 ಕೊಡಿ. മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എന്തൊക്കെ വിശേഷമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഉമ്മാൻ്റെ വീട്ടിൽ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ ദിവസം ഉമ്മാൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷമെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും നിലത്തിൽ തെച്ചിട്ടാണ് ഇരുന്നത് തന്നെ. എടുത്തെടുത്തോ ബനാന എടുത്തോ. അപ്പോൾ താഴെ ഇരുന്ന് തിന്നതാണ് ഹാപ്പിന്ന് തോന്നി. കണ്ടില്ലേ ഔലാണ് പഴയ ഓർമ്മങ്ങൾ. ഔലും ബനാന. ഇവിടെ നമ്മൾ മുമ്പൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഇങ്ങനെ ഔലും സ്കൂളിലേക്ക് പോകുമ്പോൾ ഔലും ബനാനയിൽ കളിക്കിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ഒരുപാടായി. ഒരു 2-3 വർഷമായി ഇങ്ങനെ കഴിക്കാതൊന്നും. ഇവിടെ വന്നപ്പോൾ പഴയ ഓർമ്മ. അങ്ങനെ ലക്ഷം ഇതാ ഇങ്ങനെ എടുക്കണം. കഷ്ണം ഇങ്ങനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്, നല്ലോണം പ്രസ് ചെയ്. ആവുന്നില്ല. ഉമ്മച്ചി പ്രസ് ആക്കട്ടെ. ഉമ്മച്ചി ആക്കി തരട്ടെ. ഉമ്മാനോട് ചോദിക്കും പോയി പഞ്ചസാര. ഇഷുവിൻ്റെ കഴിഞ്ഞു. ഇഷു ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെതും കഴിഞ്ഞു. ഇതൊരു ചെക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട മൈജ? ഇഷ്ടപ്പെട്ട മൈജ? ഇല്ല ഇഷ്ടപ്പെട്ടില്ല. അതെ അതായി വരട്ടെ. അച്ചാർ വേണ എടുത്തുക്കോ. അങ്ങനെ ഗൈസ് നമ്മൾ പോകുന്നു വീട്ടിലേക്ക്. ನಂಡೆದು ಸಾಲು ಇದು ನಂಡೆದಲ್ಲ ಅಂತ ಬಿನಾರದು. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. കണ്ടില്ലേ കുട്ടികൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ റെഡി ആവാണ്. ഉമ്മാൻ്റെ ഷാലില്ല എന്ന് പറയുമ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തിലും ഉമ്മാൻ്റെ എന്തെങ്കിലും കാണാതാവും. അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇന്നത്തെ ഡേയ്സ് ഇവിടെ 1 ഡേ സ്റ്റേ ചെയ്തു. കിട്ടിത്താ ഓക്കെ. അപ്പോൾ കിട്ടി. നമുക്കിന്ന് വീട്ടിലേക്ക് പോവാം. നാട്ടിലത്തെ അവസ്ഥ അവിടെ പോയിട്ട് കാണുക എന്തൊക്കെയാണെന്നുള്ളത്. അറിയില്ല, വീടൊക്കെ അങ്ങനെ ചെയ്തു വന്നതെന്ന് നോക്കിയിട്ടുണ്ടല്ലേ. സോ ഓക്കെ അപ്പോൾ നമുക്ക് പോവാം. ഇഷുമൈസ് ബാബാ ചാർജറൊന്നും വിട്ടു പോയിട്ടില്ല. ചാർജർ വിട്ടു പോവണ്ട എന്ന് എന്തോ ഒരു സ്നേഹം. ബാ ടൈമായി. വിഷു ബാബാ ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം.
നിക്ക് ഓടരുത് മീച്ച് നിക്ക് അത് പോട്ടെ. അങ്ങനെ നമ്മൾ പേടിക്കുന്ന ആർക്കാണറിയോ? ഇതിനാണ് കേട്ടോ പേടിക്കുന്നത്. ഓടരുത് കേട്ടോ, കണ്ടാൽ ഓടരുതേ, അത് പോവും, മെല്ലെ പോവും. അത് പിരാന്ത പോലെ ആക്കുന്നത്. ഒന്നാക്കൂല നമുക്ക് പോകാം. നോക്കരുത്, ബാക്ക് നോക്കരുത്, ഫ്രണ്ട് നോക്ക്, ബാക്ക് നോക്കരുത്, നോക്കല്ലേ ബാക്ക്. നോക്കി ഓടി വരും. എന്തല്ലേ ഞങ്ങൾ ഇത്രയ്ക്ക് പേടിച്ച് വന്നത് ആർക്കറിയോ? നായ്ക്കുട്ടിക്കാണ് പേടിച്ചത്, വേറെ ആൾക്കാർക്കല്ല. എന്താ വിളി വെക്കാൻ പറ്റാത്ത? ആഹോ അങ്ങനെയാണോ? അപ്പോൾ ആൾക്കാർ വന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്നു യൂട്യൂബറാണെന്ന്. അപ്പോൾ എൻ്റെ മോൻ പറയണം എനിക്ക്, കാരണം ഞാൻ യൂട്യൂബ് ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ മലയാളം. ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാംഗ്ലൂരിൽ ഒരിത്തിരി അറിയപ്പെടുന്ന ഒരാളാണ്. അവർ 3000 ലൈക്സ് ഉണ്ടെന്ന് അങ്ങനെ കുട്ടി പറയുന്നതാണ്. എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലാണ്. ഞാൻ ഒരു യൂട്യൂബറാണ്, റിയലൈസ് ചെയ്യാൻ പറ്റില്ലാണ്. കന്നഡ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൂ വീഡിയോ. ഇംഗ്ലീഷ് ബ്യൂട്ടി ടിപ്സ് ചെയ്തുകൊണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിട്ടിട്ടാണ്. ഇംഗ്ലീഷ് മലബാർ മഞ്ചത്തിലുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിട്ടിട്ടാണ് മലയാളത്തിൽ വന്നത്. ഇഷു ഞാൻ എന്തിനാ മലയാളം വീഡിയോ ആക്കിയത്? ഞാൻ മലയാളം ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ മാംഗ്ലൂരിൽ ഒരുപാട് ആൾക്കാർ ബാരിയുള്ള ആൾക്കാരാണ്, മലയാളം അത്ര ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ മലയാളം ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വസിയത്താണ് ഗൈസ്. എൻ്റെ കുട്ടികളോട് ലൈഫ് ലോങ് മലയാളം സംസാരിക്കണം എന്നുള്ളത്. ഈ മലയാളം ഞാൻ മരിക്കുന്നവരെ കുട്ടികളോട് നിലനിർത്തണം, അതിനുവേണ്ടിയാണ് ഞാൻ മലയാളം തുടങ്ങിയത്. ഞാൻ കൂടുതലായിട്ട് വ്ലോഗ് ചെയ്തുകൊണ്ടായത് കന്നഡ ആയിരുന്നു, അതാണ് എനിക്ക് ഫോളോവേഴ്സൊക്കെ കൂടുതൽ. ഫോളോവേഴ്സൊക്കെ കൂടുതലായിട്ടുള്ളത്, ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കന്നഡാണ്. അതൊക്കെ ഞാനിപ്പോൾ ഒഴിവാക്കി. ഇഷു ഒന്ന് കാണിക്കരുത്, പൈസ ഇല്ല. തിന്നക വാങ്ങാന്ന് പറഞ്ഞ ഉമ്മ നിന്റെ കാത്തോല്ലോ, നീ തിന്നോക്ക് വാങ്ങ ചൊന്നോല, അയക്ക് നിന്റെ കാത്തവില്ല. ഉമ്മ വരട്ടെ, നിക്ക് എന്താ കേട്ടെ, ഉമ്മ എന്തിനാ വരുന്നിട്ട്? ಅದಕ್ಕೆ ಉಮ್ಮ ತಿನ್ನಾನು ವಾಂಗಂದು പറഞ്ഞുಂಟು. നീ എന്തിനാ കുട്ടികൾ അങ്ങനെയല്ല പറഞ്ഞ് പഠിപ്പിച്ചേ? എന്താ മൊയ്ത് നമുക്ക് 10th മേലെ നിൽക്ക ഉമ്മാൻ്റെ ഹൗസിൽ നിൽക്കാം. 10th മേലെ നിൽക്ക ഉമ്മാൻ്റെ ഹൗസിൽ നിൽക്കാം. വേഗം പറയേ. 10th മേലെ നിൽക്കാം. 10th മേലെ ടി വി ഇല്ലേ, എന്നാൽ നെറ്റ് തീർന്ന് നിൽക്കണം. അങ്ങനെ ഉമ്മ ഫുഡിൻ്റെ നീ തിന്നാൻ വാങ്ങി കൊടുക്ക ചെന്നോല. ಅದಕ್ಕೆ ಆ ಶಾಪ್ ಹೋಗಿ ನಾನು ಚೆಂದ എൻ്റെ ഇപ്പോൾ ഒന്നും പൈസ ഒന്നുമില്ല, ചില്ലറ ക്യാഷ്. ಅದಕ್ಕೆ ഉമ്മനെ വെയിറ്റ് ആക്കണില്ല. ഉമ്മ ഔത്തു എന്തെന്ന അവിടെ ഷോപ്പ് കാണുന്നുണ്ട്. ജ്യൂസ് വാങ്ങുന്നോ നമ്മൾ? പിന്നെ പിന്നെ എന്ത് തിന്നോക നിങ്ങൾക്ക്? മിണ്ടരുതേ, ആൾക്കാർ ചീത്ത പറയും. കേട്ട ഞാൻ നല്ല സെല്ലാക്കി സാധിക്ക് മക്കളെല്ലാം ആർക്ക് ഇവിടെ വന്നിട്ട് ഐസ്ക്രീം. ഇനി ഇവിടെ വന്നാൽ ഡെയിലി വർക്ക് സെയിൽ നമ്മളെ കൊണ്ട് നടക്കൂലോ. ഐസ്ക്രീം ഇല്ല എന്നാ ഇവിടെ തീർന്നു നിൽക്കണമെന്ന് പറയുന്നേ. ഐസ്ക്രീം തീർന്നു നിൽക്കണമെന്ന്. എന്ത് തിന്നോ? ബിസ്ക്കറ്റ് മതിയാ? ഏത് ബിസ്ക്കറ്റ്? ആ പോച്ചോ, നോക്കു നീ പോ നോക്ക്, ഞാൻ വരാം. ഇതാ വേണ്ടത്തെ സാധനം മുയിസ് കളിട്ടൊക്കെയുണ്ട്. ಒಂದು ಕೊಡಿ, ಡೈರಿ ಮಿಲ್ಕ್. 5 ರೂಪಾಯಿದು ಕೊಡಿ ಸಾಕು, 2 ಕೊಡಿ.
ಇನ್ನವನಿಗೆ ಬೇಜಾರಾಗೋದು ಬೇಡ. ഇതാ അപ്പൊ ഈശ്വരൻ ഞാൻ ജയിക്കണ്ട വീട്ടിൽ വിട്ടുവിടാൻ. ഇല്ലെന്ത് കൊടി ഐസ്ക്രീം ಅಂಕ ಬ್ಯಾಂಡೇಜ್ ಒಂದರಿಲ್ಲೇ VRCC ಕಾಲ್ ಟೇಸ್ಟ್ ಉಂಟಾ? ഉമ്മച്ചി കുറച്ച് തരോ? ഉമ്മച്ചി കുറച്ച് തരോ? കുറച്ച് ഉമ്മച്ചിക്ക് തരോ ഒന്നോ? നല്ല ഉണ്ടോ ടേസ്റ്റ്? കുറച്ച് ഉമ്മച്ചിക്ക് താക്കില്ലേ? അപ്പം എനിക്ക് അത് ഇഷ്ടം താ, ഇത് താ. ജോർ മക്ക നാളെ പേരാ അച്ഛാ ദേശു നീനാ പറഞ്ഞ നീനാണെന്ന്. ഉമ്മനൊക്കെ ഐസ്ക്രീം തിന്നേ, ഉമ്മ ഐസ്ക്രീം തിന്നേ നല്ലുണ്ട് ഉമ്മ. Old grandma ice cream tindare. Grandma ice cream tindare. അത് ഗ്രാൻഡ് ആണോ? നീനാ അത് grandma ആണല്ലേ? ഗ്രാൻഡ് അല്ല, ആണ് ഉമ്മച്ചിന്റെ ഉമ്മ. ഉമ്മച്ചിന്റെ ഉമ്മ എങ്ങനെ ഗ്രാൻഡ് ആവുന്നേ? അതുകൊണ്ട് നീന് യങ്ങാകുമ്പോ നിന്റെ ഉമ്മ ഉണ്ടല്ലേ, നിന്റെ പോലുണ്ട്. ഉമ്മ എന്തായിക്കണേ? ഓൾഡാകുമ്പോ ഉമ്മ ഗ്രാമ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഓൾഡായാ? ഞാൻ ഓൾഡായാ തന്നെ? യങ് പറഞ്ഞാലോ? യങ് പറയുമ്പോ സ്മോൾ ബേബി. നീ ബേബി ആകുമ്പോ നിന്റെ ഉമ്മ ഗ്രാമ അല്ല. ഇപ്പൊ നീ ഓൾഡ് ആകുമ്പോ ഉമ്മ ഗ്രാമ. ഞാൻ വിചാരിച്ചു ഞാൻ ഓടുന്ന് പറഞ്ഞാലും അജ്ജായിന്ന്. എനിക്ക് ടെൻഷനായി പറയുമ്പോ. ഇതൊക്കെ കഴിക്കാൻ ഏജ് ഓൾഡ് ഗോൾഡ് എന്നെല്ലാം ഉണ്ടടാ? ഇതൊക്കെ കഴിക്കാൻ ചോക്ലേറ്റ് ഉണ്ട്. ഉമ്മക്ക് ചോക്ലേറ്റ് കഴിക്കോ? ഇല്ല. ഐസ്ക്രീം കോൾഡാണ്. പനി ആയാലും എന്താക്കും? ഒരു ഗ്രാമക്ക് പനിയാവണ്ടേ, ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണം. കുറച്ച് താമസിച്ചു കുറച്ച് താപ്പ തരോ? ജെൻറ്റ് ಒಂದೊಂದು ಖಾಲಿ ಪೈ ಹಾಕ್ರಿ. ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಬರ್ಬೋ. ನೆಕ್ಸ್ಟ್ ಸ್ಯಾಟರ್ಡೆ ಬಾಬಾ. ಏದು ಕ್ಯಾರೆಟ್. ಓ ಚಾಕ್ಲೇಟಾ? ചാട്ടിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ കോർണർ എത്തി. അപ്പം നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞ ശേഷം നേരം പോകുന്നത് വീട്ടിലേക്കാണ്. കുട്ടികളുടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ. എന്തൊക്കെ ആയിരുന്നു വരുമ്പോൾ ബഹളം. എന്ത് പൈത്തലൂത്താവുന്ന അത് ആണമ്മ ചോദിച്ചേ അപ്പം നമ്മളെ പൈസ ലൂസാവുന്നേ പറഞ്ഞല്ലോ, ലോസ് ആവുന്നേന്ന് പറഞ്ഞതാ. ഇവിടെ ഷോപ്പിൽ വന്നാൽ നമ്മളെ പൈസ ലോസ് ആവുന്നേന്ന്, കാലിയാവുന്നേന്ന് അവർക്ക് സാധനം. അത് നീ എന്നെ സാധനം വാങ്ങിയിട്ടല്ലേ പൈസ കാലിയാവുന്ന മൊയ്സ? നീ അത് വേണം ഇത് വേണം ഐസ്ക്രീം വേണം ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ, ചോക്ലേറ്റ് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ പൈസ കാലിയാവുന്നത്? 2 മാംഗോ ഐസ്ക്രീം തിന്നവണ്. 2 മാംഗോ ഐസ്ക്രീമു ജ്യൂസു ഡയറി മിൽക്ക് മെൻറ്റോസ് ഇതെല്ലാം എന്താ? പിന്നെ പൈസ ലോസ് ആവുന്നേ. നമ്മളെ പൈസ ലോസ് ആവുന്നല്ലോ ആ ഷോപ്പിൽ വന്നാൽ. ഐസ്ക്രീം എടുത്തുണ്ടോ? ഒന്ന് ഐസ്ക്രീം എടുത്തോ കഴിക്കാണ്. ഉമ്മച്ചി എടുക്കുമ്പോ ಕೇಳ್ತಾ ಆ ಶಾಪಿಗೆ ಬಂದಲ್ಲಿ ನಮ್ಮಲ್ಲಿ ಇದು ಲಾಸ ಉಂಟು, ಪೈಸೆ ಲಾಸ ಉಂಟು. ಲಾಸನ 100 ರೂಪಾಯಿ ಸಾಧನ ವಾಂಗಿ ತಿಂದಕ್ಕನು ಮುಯ್ಸ್ ಅವನು ಪಿನ್ನ ಲಾಸ್ ಆಗುದು.